നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനോ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. ദൈവം ലോകത്തിനു ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ
വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രിയപ്പെട്ട ഭവനത്തിലും ഭവനാങ്കണത്തിലും ഒക്കെയുമായി കാണപ്പെടുന്ന എല്ലാവർക്കും വേഗമരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഭവനത്തിലെ പ്രിയപ്പെട്ട കർത്താവിന്റെ കയ്യിൽ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായി എന്റെ കാലം ചെയ്യുകയില്ല. ദോഷമായി എന്റെ കാലം ചെയ്യുകയില്ല. എന്നെ അവനാടി ചാരും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനാടി ചാരും അവനെന്നെ സ്നേഹിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും നാളും ധരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, വെളിവരത് കേട്ട് സന്തോഷിക്കുന്നു. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുകയും ആ മുന്നിച്ചെന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമറി. എന്റെ സകല ഭയങ്ങൾ തന്നെ ഉപേക്ഷിച്ചു. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായ അവരുടെ മുഖം ലഭിച്ചു പോയതുമില്ല. എളിവൻ നിലവിളിച്ച് യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങൾ അവനെ രക്ഷിച്ചു. യഹോവ എനിക്ക് ചെവി തരുകയും യഹോവയുള്ള ഭക്തിയിൽ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടത് ദീർഘായുസിക്കുകയും ചെയ്യുന്നുവെന്നാൽ ദോഷം ചെയ്യാൻ നിന്റെ നാവിനെയും വ്യാജം പറയുന്ന അഗ്രത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടത് ഗുണം ചെയ്യാൻ സമാധാനം ഇച്ഛിച്ചു പിന്തുടരുക.
യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തി അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം കർത്താവെ, ഞങ്ങൾക്ക് ഇപ്രകാരം കർത്താവെ ഒരു സാഹചര്യമായി ഞങ്ങൾക്ക് വേർതിരിച്ചോർത്ത് കൂടെ അവിടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനങ്ങളെ ഓർക്കും പ്രകാരം തലമുറതലമുറയായി നമ്മുടെ സങ്കീർണമായ കർത്താവിലേക്ക് കർത്താവെ ഞങ്ങൾക്ക് ഇത്രത്തോളം ഭവനത്തിൽ പാസ്തമായ അവിടുത്തെ വലിയ ദാസിക്ക് കർത്താവെ കർത്താവെ എൻ്റെ കുടുംബത്തെ അയച്ചു കുടുംബത്തെ ആയിരിക്കുന്നവരെ വളർത്തി കർത്താവെ അതിനെ കർത്താവെ കർത്താവെ മക്കളും കൊച്ചു മക്കളൊക്കെ കാണുവാനുമായ വലിയ ഭാഗ്യം കൊടുത്തു. ചില നാളുകൾ കർത്താവെ ശാരീരികമായ ക്ലേശങ്ങളാൽ കർത്താവെ ഭാരപ്പെട്ടതിനാല് സമയത്ത് നിങ്ങൾക്ക് ഈ ഭവനത്തിൽ കൂടി വരുവാനുള്ള സാഹചര്യങ്ങളെ എൻ്റെ കർത്താവ് ഒരുക്കിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം, നിങ്ങൾ കൂടി വന്ന ഭവനത്തെ അവിടുത്തെ പാതകത്തിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ സ്തോത്ര, ഭവനത്തിന്റെ ആ മാതാവ് ഹല്ലേലൂയ കഴിഞ്ഞ 80 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചിരിക്കുകയും ഹല്ലേലൂയ മക്കൾക്കൊരു മാതാവായി ഹല്ലേലൂയ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ ഈ ദേശത്ത് കാണപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കിയ കൃപയ്ക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പാൽക്കാലം കർത്താവെ കഴിഞ്ഞ രാത്രിയുടെ ഹല്ലേലൂയ യാമങ്ങളിൽ എന്റെ കർത്താവ് അവിടുന്ന് വിളിച്ചു വേർതിരിച്ചു അവിടുത്തെ ഭവനത്തിൽ ചേർത്തിരിക്കാൻ ഈ ഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട മകൾക്ക് നൽകിയ സമയം ചെലവഴിപ്പാൻ സ്രോതത്തിലെ വലിയ ദൈവവും നല്ല ദിവസങ്ങൾക്കായി എന്നാൽ വത്സല്യ മാതാവ് തന്റെ ഈ ജീവിതത്തിൽ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ആ ജീവിതകാലം പറയുന്ന പ്രകാരം ഏറിയ 70 അല്ലെങ്കിൽ 80 സംബന്ധിച്ച അതിന്റെ അവസാനം കട്ടവും മറ്റവും കാര്യങ്ങളും പ്രയാസത്തെയും നെടുവീർപ്പുകളിലേക്ക് സമയമാണ്. എന്നാൽ ആയിരുന്നു വത്സല്യ മാതാവ് എന്റെ പ്രിയപ്പെട്ട മാതാവ് ഈ ഓരോ ഭവനങ്ങളെയും ഓരോ സഹോദര കുടുംബങ്ങളുമായിട്ടുള്ള രക്തബന്ധങ്ങളെ കുറിച്ച് നിത്യതയിലേക്ക് കടന്നുപോയ എൻ്റെ പ്രിയപ്പെട്ട പിതാവും മാതാവും എന്നെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞത് ഈ സഹോദര കുടുംബങ്ങളിൽ ഏറ്റവും ഇളയ ആളാണ് മേജറയ്യ എന്ന് എന്നെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഈ കഴിഞ്ഞ 40 വർഷങ്ങളിലും ഞങ്ങൾ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കർത്താവിന്റെ വലിയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരുന്നു. അപ്പോഴെപ്പോഴും സഹോദര കുടുംബങ്ങളിൽ ഓടിയെത്തുവാനും അവരുമായിട്ട് സമയങ്ങൾ ചിലവിടുവാനുമുള്ള അവസരങ്ങൾ ലഭിച്ചില്ല. എന്നാൽ ഇവിടെയുള്ള മരണകാര്യങ്ങളിൽ വിവാഹ ശുശ്രൂഷകളിൽ പെട്ടെന്നുള്ള ആപത്തുകളൊക്കെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു വിട്ടതാകുന്ന സന്ദർഭത്തിൽ എന്നോട് പറഞ്ഞു അവന്റെ ശരീരത്തിന്റെ വസ്ത്രത്തിൻ്റെതാകുന്ന ദുഃഖം കണ്ടപ്പോൾ എന്റെ ഹൃദയം വളരെ വേദനിച്ചു. എനിക്ക് വളരെ സങ്കടം തോന്നി എന്നോട് രാത്രിയുടെ യാമത്തിൽ എന്നോട് പങ്കുവയ്ക്കുവാൻ അങ്ങനെ കരുതുവാൻ സ്നേഹിപ്പാൻ ഒരുപക്ഷെ ആൺമക്കൾ മാറി നിൽക്കുമ്പോൾ അതിനുള്ള നല്ല മനസ്സ് ദൈവം പ്രിയപ്പെട്ട വൈകല്യം കൊടുത്തത് ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ധന്യമായ ജീവിതത്തിനായിട്ട് ആ വലിയ ഭാഗ്യ പദവി അവനെ ചുമന്നമാറ് അവനെ വഹിച്ചതാകുന്ന കൈകൾ അവൻ കുടിച്ചതാകുന്ന ആ മാറിടം അതൊക്കെ വൃത്തിയാക്കുവാൻ പഴയ കാണിച്ച ആ നല്ല മനസ്സ് അന്ന് ഞാനിവിടെ നിന്ന് വളരെയേറെ സങ്കടപ്പെടുകയുണ്ടായി. എന്നാൽ സ്വർഗം എത്ര വലിയ ഭാഗ്യം പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്ക് നൽകിയെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷം ജോഷുവെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ അവസ്ഥയിലുമാണ് കടന്നുപോയത്. അദ്ദേഹത്തിന്റെ വൈഫ് വെളിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് ദൂരെ ജോലി സംബന്ധമായ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് സ്കൂളിലെ PTA പ്രസിഡന്റ് എന്ന നിലയിൽ പല കാര്യങ്ങളിലും ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് യാതൊരു മടിയും കൂടാതെ ബുദ്ധിമുട്ടും പറയാതെ എത്തിച്ചേരുകയും ജോഷുവ ആ സമയത്താണ് ജോഷുവ തൻ്റെ വീട്ടിൽ
നടത്തുന്നത് എൻ്റെ അമ്മയും അച്ഛനെയും നോക്കുന്ന കഥകളൊക്കെ എന്നോട് പറഞ്ഞു കേൾക്കി. വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാനത് ശ്രമിച്ചത്. ഇക്കാലത്ത് പ്രായമായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് വിടുന്ന ഈ കാലത്ത് സ്വന്തം ഭാര്യ ഇവിടെ ഇല്ലായിരുന്ന സമയത്തും അവരെ പൊന്നുപോലെ നോക്കുന്ന ആ ഒരു മനോധൈര്യം, ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് വളരെയേറെ അതിശയമായിരിക്കുന്നു. നിങ്ങൾക്കിത് എങ്ങനെ സാധിക്കുന്നു? കാരണം തൻ്റെ ജോലി കൊണ്ടുപോകണം, കുടുംബത്തെ 3 മക്കളുടെ കാര്യങ്ങൾ നോക്കണം, അതിനിടയ്ക്ക് തൻ്റെ 2 പേരെ അച്ഛനെയും അമ്മയും ഇതുപോലെ നോക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ യാതൊരുവിധ ഒരു ബുദ്ധിമുട്ട് പറയാതെ എല്ലാം ചിരിച്ചോണ്ടാണ് പറയുന്നത്. യാതൊരുവിധ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു സാധാരണഗതിയിൽ ഒരു ഇറിറ്റേഷൻ, വെറുപ്പ് ഇതൊക്കെ മുഖത്ത് കാണും, അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുന്നത്, ഇങ്ങനെ യാതൊരു പരാതിയും ഇല്ലാതെ വളരെ നന്നായിട്ട് തൻ്റെ മാതാപിതാക്കളെ നോക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തിനൊരു മാതൃകയാണ്. ഇവിടെ ഞാൻ ഈ കുടുംബത്തിന്, മരങ്ങാട് കുടുംബത്തിന്റെ പേരിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഈ ഭവനവും ഭവനത്തിൽ അങ്ങോട്ട് പോകാൻ പിള്ളേർക്ക് വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാകുന്നു. കഴിഞ്ഞ 28 വർഷത്തെ സുദൃഢവും സുസ്ഥിരവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ഭാര്യയുടെ അമ്മയുടെ ആങ്ങളുടെ ഭാര്യയാണ് ഇന്ന് കർത്തൃസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നത്. മാസത്തിലും എന്നും ഒരു തണലായി നിന്നവരായിരുന്നു ഈ 4 അമ്മാവന്മാർ. ഇവരെ ആരെയും ഞാനോ എൻ്റെ ഭാര്യയോ അമ്മാവന്മാരോ അമ്മായിമാരൊന്നും വിളിച്ചിട്ടില്ല. എല്ലാവരും മൂത്തവരെ അപ്പച്ചനും അമ്മച്ചിയും എന്ന് വിളിക്കുകയും ഇളയ 2 ആങ്ങളമാരെ, അമ്മയുടെ ആങ്ങളമാരെ അപ്പാബി എന്ന് വിളിക്കുന്നത് ഞങ്ങളും വിളിക്കുന്നവരെ അമ്മാവന്മാരെന്നും വിളിക്കുന്നത്. ഈ അമ്മച്ചി എന്ന് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണ്. കാരണം സാധാരണ ഒരു അമ്മയെന്നൊക്കെ വിളിക്കുമ്പോൾ ഡിസ്റ്റൻസ് ഉണ്ടാകാം, അതിലുപരിയായിട്ട് അമ്മച്ചി എന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വിളിക്കുകയും കഴിയും. അമ്മച്ചിയെ പറ്റി പറയുമ്പോഴത്തേക്കും ധാരാളം കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതിയിൽ നിന്ന് ഞാൻ ഇനിയും പറയുന്നില്ലെങ്കിലും ചോദിച്ചാൽ ഈ ചേച്ചിയുടെ വിവാഹത്തിന് ഞാനോട് അങ്ങനെ കാര്യം എന്ന് വെച്ചാൽ അന്ന് പോലുള്ള ബന്ധവും പരിചയവും ഈ കുടുംബമായിട്ട് ഞാനും ജോണിച്ചാനും വേറെ 2 കൂട്ടുകാരും കൂടെ ഞങ്ങളവിടെ കുറിച്ച് പോയി പെണ്ണ് കണ്ട് ഉറപ്പിച്ച് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് മറ്റുള്ള കാര്യങ്ങളായിട്ട് അന്ന് തൊട്ടുള്ള ഒരു സഹോദര ബന്ധം, സ്വന്തം സഹോദരനെ പോലെ എന്നെ കരുതുന്നു, ഞാൻ സ്വന്തം സഹോദരിയെ പോലെ ചേച്ചിയെ കരുതി. അത് ഇന്നലെ വരും. ഈ ദൈവം വിളിക്കുന്ന സമയത്തിന് മുൻപ് വരും. പക്ഷേ എനിക്ക് ആ സമയത്ത് വരാമെന്ന് ഞാൻ വരുമെന്ന് ഷാജിയോട് ഞാൻ അല്ല ഇവിടോട് ഞാൻ പറഞ്ഞത് ഞാൻ വരുമ്പോൾ ഞങ്ങൾ വന്ന് ശരിക്കും വരാൻ പറ്റിയില്ല. എനിക്ക് സ്വല്പം കുഴപ്പങ്ങളുണ്ട്. അത് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം. അത് കാരണം എനിക്ക് വരാൻ പറ്റില്ല. ചേച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞിനെ കല്യാണം കഴിച്ച് ദിവസം പോയി കഴിഞ്ഞ് പിന്നെ അടുത്ത് വരുന്ന ചെലുത്തിയ അവർ വരുമ്പോൾ ഇവിടെ താഴെ മറ്റുള്ള പിള്ളേർ മുഴുവനും പ്രായമുള്ളതെന്ന് പറയാറുണ്ട്. തങ്കമ്മ സാറും പിന്നെ മുന്നൂറ്റി സാറ് അത്ര ആയിട്ടില്ല. എന്നാലും അവിടെ എല്ലാം ആ ഒരു കുടുംബത്തിൽ ഇത്രയും പേരെ സംരക്ഷിക്കുകയും കൂടാതെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്ത് പ്രവർത്തിച്ച ഒരു സഹോദരിയാണ് നമ്മളെ പിരിഞ്ഞ് കടന്നു പോകുവാൻ നാം മറയ്ക്കുന്ന ശീല മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ഭാഗ്യം പ്രിയപ്പെട്ട മാതാവിന് കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രിയപ്പെട്ട മാതാവ് ഏറ്റവും സന്തോഷത്തോടു കൂടി കാണപ്പെടുന്നു. എന്നാൽ നാം ഓരോരുത്തരും ഹൃദയഭാരത്തോടു കൂടി കാണപ്പെടുന്നുവെങ്കിൽ കർത്താവിന്റെ ആശ്വാസം നമ്മിലേക്ക് പകരുവാനും ഏറ്റവും വിശ്വസ്തയോടെ ഏറ്റവും പ്രത്യാശയോടെ ജീവിച്ചിരുന്ന ദൈവശബ്ദം കേട്ടുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് സ്വർഗീയമായ അനുഗ്രഹത്തിനായി വിളി കേൾക്കുവാൻ തക്കവണ്ണമുള്ള ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നാം ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. മാതാവിനെ പോലെ കേട്ട അനുഭവങ്ങളെ പോലെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ പിതാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാണ്. ഇന്ന് ഈ ദൈവത്തിന്റെ വചന ശബ്ദം കേട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇന്ന് നിങ്ങൾക്ക് സാധ്യമായി തീർന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ന്യായവിധി
നീങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല പകൽക്കാലത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ സ്തുതിക്കുന്നു. കർത്താവേ, മാനുഷികമായ വേർപാടിന്റെ ദുഃഖത്തിലെങ്കിലും കർത്താവേ സ്വർഗീയമായ ഹല്ലേലൂയ ഞങ്ങളുടെ പ്രിയ മാതാവ് അവിടുത്തെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്നുള്ളതായ കർത്താവ്യമായ സന്തോഷത്തിന്റെ അനുഭവത്തിലായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിലെ തമ്പുരാൻ അവിടുന്ന് കൃപ നൽകുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആയുസ്സിന്റെ നാൾ കഴിഞ്ഞ ദിനം വരെയും കർത്താവേ നിങ്ങളിലേക്ക് നോക്കി പ്രത്യാശയോടുകൂടെ ജീവിപ്പാന്തക്കോണം കർത്താവേ ഹല്ലേലൂയ എന്റെ മകളെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രിയപ്പെട്ടവരുടെ നല്ല സ്വദേശം
ആദ്യമായിട്ട് നമ്മുടെ ഫ്ലാഗ്, അതിനുശേഷം ഉദ്യോഗസ്ഥരെല്ലാവരും, അതിനുശേഷം നമ്മുടെ വിശ്വാസികളും മറ്റു മിത്രാദികളും എല്ലാവരും അണിനിരക്കണമെന്ന് ദൈവനാമത്തിൽ അവസാനമായിരിക്കും ഭൗതിക ശരീരം നമ്മൾ വധിച്ചു
ക്രമീകരിച്ചുകൊണ്ട് ഉള്ള വാഹനം വഹിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ മുത്തക്കൂട ക്രമീകരിച്ചിട്ടുണ്ട്. അതൊന്ന് കരസ്ഥമാക്കുക. മുത്തക്കൂട എന്നുള്ള പ്രത്യേകത നിങ്ങളിവിടെ നിൽക്കരുത്, അങ്ങോട്ടൊക്കെ മാറി മാറി നിൽക്കുക. എല്ലാവരും ഇവിടെ നിൽക്കാതെ നയിച്ചു. എല്ലാവരും നിൽക്കുന്നവരൊക്കെ മാറി നിന്ന് ദയവായിട്ട് ക്രമീകരണങ്ങൾ നൽകാൻ ഒരുക്കാനുള്ള ക്രമീകരണങ്ങൾ അതിന് അവസരം ഒരുക്കുക. അവസരം നൽകിയതായ ഇടമാണ്. പ്രത്യേകിച്ച് ഈ ദേവാലയത്തിലെ ശുശ്രൂഷയിലൂടെ പ്രിയപ്പെട്ട മാതാവിന് യാത്ര അയക്കുവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ
സ്വർഗീയ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കട്ടെ. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സ്വസാന്നിധ്യത്തിലേക്ക് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആത്മീയമായ വചനം നിറയ്ക്കുവാൻ ഈ ശുശ്രൂഷയെ മുഖാന്തരമാക്കി കർത്താവ് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട മാതാവ് ഏറ്റവും അനുഗ്രഹമുള്ളൊരു യാത്രയെ ഒരുക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. പ്രകൃതി ഏറ്റവും അനുകൂലമാക്കി കർത്താവ് ഒരുക്കുന്നതിനായി ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, അടിയങ്ങൾ പാടിയ പ്രകാരം തന്നെ അവിടുത്തെ സ്വർഗീയമാവുന്ന അനുഗ്രഹങ്ങളെ അടിയങ്ങളുടെ മേൽ പകരുവാൻ തുടർന്നുള്ള ശുശ്രൂഷയും കർത്താവെ കർത്തദാസന്മാർ നിർവഹിക്കുമ്പോൾ സ്വർഗീയമാവുന്ന ക്ഷേത്രങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് ദിവ്യമാവുന്ന പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് കർത്താവെ നല്ല ശുശ്രൂഷ ചെയ്തെടുപ്പാൻ എന്റെ മക്കളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കലവലേക്ക് ഞങ്ങൾ അയപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് ദീർഘനാളുകളിൽ ഭൂമിയിൽ വസിക്കുവാനുള്ളതായ ഭാഗ്യ പദവി അവിടെ നൽകി. എന്നാൽ മനുഷ്യപുത്രന്മാരെ തിരികെ വരികയും എന്നുള്ളതായ വിളിക്ക് യോഗ്യമായി പ്രിയമകളെ അങ്ങയുടെ സന്നിധിയിലേക്ക് അവിടെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇതിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അന്യദേവനെ കൈക്കൊണ്ടുള്ള വേദനകൾ വർദ്ധിക്കുന്നു. അവിടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവിടെ നാമങ്ങളെ എന്റെ നാവിൽ എടുക്കുകയുമില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തെയും പങ്കയോ കോപയാകുന്നു. നീതികളോ അവരെ പരിപാലിക്കുന്നു. അളവുന്നു എനിക്ക് മനോപ്രദേശത്തിൽ വീണിരിക്കുന്നു. അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് പുതുദ്ദേശനായ യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലം എന്റെ അന്തരവേദന ഉദ്ദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. അവന്റെ വളർത്തപ്പാടുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കുന്നു. സ്വാഗതവും അർപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാവും. കഴിഞ്ഞ രാത്രികാലം ഏകദേശം 10 മണിയോടുകൂടി പ്രിയപ്പെട്ട മാതാവിൻ്റെ ദേഹവിയോഗം നടക്കുകയാണ്. മാതാവിൻ്റെ മകൻ നമ്മുടെ സഭയിലെ സെക്രട്ടറിയാണ്. ഇന്ന് പരിശുദ്ധ ആരാധന പ്രമാണിച്ച് ഞാനും സെക്രട്ടറിയും ദേവാലയത്തിന് ഉള്ളിലിരിക്കുന്നതുകൊണ്ട്
ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു. നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നു. ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാവിന് അസ്വസ്ഥ കൂടുതലാണ്, അവിടെ എത്തിച്ചേരണമെന്നുള്ള ഒരു ഫോൺ കോൾ എത്തിച്ചേരുകയും ഞങ്ങൾ വളരെ വേഗം അവിടെ എത്തി. ആ നിമിഷം ശരീരത്തിൽ നിന്ന് ജീവൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. പ്രിയപ്പെട്ട മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമാണ് പ്രാർത്ഥനയോടുകൂടി കാണപ്പെടുന്ന അവസരത്തിൽ എൻ്റെ ജീവൻ പോവുക എന്ന് പറയുന്നത്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹമുള്ള ഒരു മരണം പ്രിയപ്പെട്ട മാതാവിന് നൽകി കർത്താവ്. ഇനിയുള്ള ശുശ്രൂഷകളൊന്നും അദ്ദേഹമെല്ലാം നിർവഹിക്കേണ്ടത് നമ്മളെല്ലാവരും ചേർന്ന് ഒരു വലിയ ആദരവ് നൽകുകയാകുമല്ലോ. ഏറ്റവും അനുഗ്രഹമുള്ള ഒരു ശുശ്രൂഷ ഭവനത്തിൽ പ്രിയപ്പെട്ട മാതാവിന് നൽകി. ഇനി നമ്മുടെ ദേവാലയത്തിൽ നിന്നുള്ള യാത്രയാകുന്നു. പ്രത്യേകിച്ച് ദുഃഖാന്തരായി കാണപ്പെടുന്ന പ്രിയപ്പെട്ട ഭവനത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഓരോരുത്തരും കാണപ്പെടുക. കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഏറ്റവും പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരുക്കുമാറാകട്ടെ. ഇവിടെ കടന്നവരുടെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഈ കൂട്ടായ്മയിൽ ഏറ്റവും അനുഗ്രഹമായി മാറേണ്ടത് ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയാണ്. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നിർവഹിക്കുവാൻ സ്നേഹബഹുമാനമുള്ള ഡിസ്ട്രിക്ട് ഓഫീസറെ പിതാവിന് ആയിരം സ്തോത്രത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടുകയാണ്. ഇന്നലത്തെ ദിവസത്തെ കുറിച്ച് നാം അറിയുമ്പോൾ അത് വേൾഡ് ഡേ ഫോർ ലേഡീസ്, വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ആദരവിന്റെ സുദിനമായിരുന്നു. ലോകമെമ്പാടുമുള്ള വനിതകളെ ആദരിക്കുന്ന സുദിനം, അനുമോദനങ്ങൾ അർപ്പിക്കുന്ന ദിവസം. ഈ പ്രിയപ്പെട്ട മാതാവിന് അഥവാ കൊച്ചമ്മയ്ക്ക് ഈ ആദരവ് തന്റെ മകൾക്ക് വേണ്ടി കർത്താവായ ദൈവം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ പിതാവിന്റെ അനുവാദത്തോടെ ഒരുക്കിയതിനായി
ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സാക്ഷ്യം പറയുവാൻ ഇന്ന് ഈ കൊച്ചമ്മയ്ക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു, അളവുന്നു എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കും. അത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമായിരുന്നു. ഈ മനോഹരമായ ദേവാലയത്തിൽ ഇത്ര ചിട്ടയായി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ ഇവിടെ ഒരു നല്ല കോർഡിനേറ്റർ ഉണ്ട്, അനീഷ് ബെഞ്ചമിൻ. അദ്ദേഹം സമയത്ത് ഇവിടെ ഉണ്ടാകുവാൻ അത് ദൈവത്തിന്റെ പദ്ധതി, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒന്ന്. രണ്ടാമത് നമ്മുടെ ജസ്റ്റിസ് ഇവിടെ ആലയത്തിനുള്ളിൽ കാണപ്പെടുന്നു. അദ്ദേഹവും എപ്പോഴും ഇവിടെ കാണപ്പെടുന്ന ഒരു വ്യക്തിയല്ല. ജാക്കുലിൻ അവർ പുറത്തായിരുന്നു, മഹിമ പുറത്തായിരുന്നു, അതുപോലെ തന്നെ ഉഷ പുറത്തായിരുന്നു. ഇങ്ങനെ ഗർഭതലത്തിലെ എണ്ണപ്പെട്ട കുടുംബാംഗങ്ങളൊക്കെ ഇങ്ങനെ പല ദേശത്തിന്റെ പല ഭാഗത്തായിരുന്നു. അതുപോലെ തന്നെ ഷിബു വർഗീസ് സാർ പുറത്തായിരുന്നു. എന്നാൽ ഇന്നലെ ഈ വേളയിൽ ഇവരെല്ലാവരും ഗർഭതലത്തിൽ എത്തി എന്നുള്ളത് എത്ര മഹത്തരമായ ഒരു കാര്യമാണ്. അതാണ് സ്വർഗീയ പിതാവായ ദൈവത്തിന്റെ ഒരു പദ്ധതി. അതുകൊണ്ട് ഏറ്റവും ഭംഗിയായും ഏറ്റവും ശ്രേഷ്ഠമായും. എന്നാൽ ചില മുഖങ്ങൾ ഇല്ലാതില്ല, അത് മറക്കുന്നില്ല. ഉല്ലാസിനെ പോലെ, ജോൺസനെ പോലെയുള്ള ചില മുഖങ്ങൾ നമ്മുടെ പരിധികൾക്കെല്ലാം അപ്പുറത്തായി കാണപ്പെടുകയാണ്. എങ്കിലും പരമാവധി വിളിച്ചു കൂട്ടാൻ പറ്റുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും ഇവിടെ ഈ സൗഹൃദത്തിലേക്ക്, ദൈവത്തിന്റെ മണ്ണിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് തിരുഹിതമായതിനായി ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞു പോയ ചില നാളുകൾ ശരീരം കൊണ്ട് ക്ഷീണതയായിരുന്നെങ്കിലും ആ മുഖത്തെപ്പോഴും പുഞ്ചിരി ഉണ്ടായിരുന്നു. നല്ല സുസ്മര വസനയായിട്ടായിരുന്നു പ്രിയപ്പെട്ട കൊച്ചമ്മയെ കാണുവാൻ കഴിയുന്നത്. ഞാനൊരു അയ്യായതിനു ശേഷം എന്നൊരിക്കൽ പോലും സണ്ണി എന്ന സംബോധന ചെയ്തിട്ടില്ല, മറിച്ച് അയ്യ എപ്പോ വന്നു, അയ്യ എങ്ങോട്ട് പോകുന്നു, അങ്ങനെയുള്ള ഒരു ആദരവിന്റെ വാക്കുകൾ ആ ചുണ്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആ പിഞ്ചിരിയാണ് ഇവിടെ ഇന്ന് മാഞ്ഞ് പോയിരിക്കുന്നത്. മറ്റൊരു കാര്യം ഓർക്കുന്ന സമയത്ത് 100ന്റെ നിറവിലേക്ക് നടന്നു നീങ്ങുന്ന തന്റെ എല്ലാമായ പ്രിയപ്പെട്ടവൻ തന്റെ സമീപത്ത് തന്നെ വളരെ പ്രത്യാശയോടുകൂടി തന്റെ പ്രിയ പത്നിയെ യാത്ര അയക്കുവാൻ ഈ ദേവാലയത്തിനുള്ളിലായിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ഇതൊക്കെ എത്ര മാതൃകാപരമായ ഒരു അനുഭവം തന്നെയാണ്. എല്ലാവർക്കും ലഭിക്കുന്ന ഒരു അനുഭവമല്ല. ഇവിടെ ചില നഷ്ടങ്ങളൊക്കെ തന്നെ മക്കൾക്ക് നല്ല കാലത്ത് ഉണ്ടായെങ്കിലും ശ്രീമന്ത പുത്രനായ ജോഷിയെ നേരത്തെ തന്നെ നഷ്ടപ്പെട്ടെങ്കിലും ജോളിയെ നഷ്ടപ്പെട്ടെങ്കിലും അതിനേക്കാൾ എത്ര മഹനീയമായ സ്റ്റൈലും ജോലിക്കും അവിടെ തന്നെ ജോഷിക്കും നൽകാനാവാത്ത സ്നേഹം ഷാജിക്ക് വേണ്ടി കർത്താവ് നീക്കിവെക്കുകയായിരുന്നു. എല്ലാ സ്നേഹവും ഓരോ ദിവസവും ഈ മാതാപിതാക്കന്മാർക്ക് കൂടുതൽ സൗകര്യങ്ങളും സമൃദ്ധിയും ആ ഭവനത്തിൽ ഒരുക്കുന്ന കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയുള്ളവനായിരുന്നു. പ്രത്യേകിച്ച് ഷാജിയെ സംബന്ധിച്ച് അദ്ദേഹം സ്വന്തമായി പണിത വീടാണ്. ഓരോ ദിവസവും അതിന് എപ്പോഴും പുതിയ മുഖമുണ്ടായിരിക്കും, പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും, മനോഹരമായിരിക്കും. അപ്പനും അമ്മയ്ക്കും വേണ്ടി പ്രത്യേക മുറികൾ, എല്ലാ സംവിധാനം അറ്റാച്ച്ഡ് മുറികൾ, ഇതൊക്കെ ക്രമീകരിക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ ചെറുപ്പക്കാരായ ധാരാളം ആളുകൾ ഈ ആലയത്തിലും പരിസരത്തിലുമുണ്ട്. മാതാപിതാക്കന്മാരെ തിരിഞ്ഞു പോലും നോക്കാത്തവർ, അവരെ സ്നേഹിക്കാൻ അറിയാൻ വയ്യാത്തവർ, സ്നേഹിക്കാൻ മറന്നുപോകുന്നവർ, ഭക്ഷണം കൊടുക്കുവാൻ മറന്നുപോകുന്നവർ, അവരുടെ മാന്യമായ പെരുമാറാൻ കഴിയാതിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഷാജിയെ പോലെ ഷിബുവിനെ പോലെ ഏറ്റവും മാതൃകാപരമായ ഒരു നല്ല കുടുംബമാണ് ഗർഭപത്രത്തിലെ ഈ പ്രിയപ്പെട്ട ഭവനം. എന്തുകൊണ്ട് ശ്ലാഘനീയമാണ് ഈ പ്രിയപ്പെട്ടത്. ഈ മഹത്തായ സ്നേഹം, ഈ കർത്താവായ ദൈവത്തിന്റെ കൃപയെ ഇന്നത്തെ ലോകത്ത് നമുക്കറിയാം. അനേകം മാതാവിനെയും പിതാവിനെയും കൊന്നുകളയുന്ന, അടിച്ചിറക്കുന്ന, പീഡിപ്പിക്കുന്ന ലോകത്തിൽ എങ്ങനെയാണ്
തൻ്റെ മാതാവിനെ സ്നേഹിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ഒരു നല്ല മക്കളുടെ കുടുംബം. ഇങ്ങനെയുള്ള ഈ സൗകര്യങ്ങൾ ഇക്കാലത്ത് വളരെ വിരളമാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ച് ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ തന്നെ ചുമന്നുകൊണ്ട് നടന്നതായ മാതാവിനെ എടുത്തുകൊണ്ട് നടക്കുവാൻ ഒരു മടിയും കൂടാതെ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആശുപത്രിയിലായിരുന്നാലും ഭവനത്തിലായിരുന്നാലും എപ്പോഴും സ്നേഹിക്കുവാൻ, കൂടെ ഇരിക്കുവാൻ, അവർക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ, നല്ല ഭക്ഷണകാര്യങ്ങൾ ക്രമീകരിക്കുവാൻ, എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുവായി കാണപ്പെടുവാൻ. ഈ അടുത്ത സമയത്ത് ആ ഭവനം ഇനിയും കുറെ കാലം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ പുതിയ മുറികൾ അവിടെ ഉണ്ടാകുമായിരുന്നു, പുതിയ അകത്തളങ്ങളും സൗകര്യങ്ങളും അവിടെ വർദ്ധിപ്പിക്കുമായിരുന്നു. ഇതൊക്കെ ഇന്ന് ജീവിക്കുന്ന അനേക ചെറുപ്പക്കാർക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കുടുംബമാണത്. ഇന്ന് അനേക ചെറുപ്പക്കാർ ലഹരിയുടെ ആ സന്തോഷത്തിലും ജീവിതം നയിക്കുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു ധനം പോലും, ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ അതിനെ സ്വരൂപിക്കുകയും ഭവനത്തെയും തന്റെ മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും കരുതുന്ന ഒരു നല്ല അനുഭവത്തെയാണ് ഈ പ്രിയപ്പെട്ട കുടുംബത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇവരെ നോക്കി സഭയിലുള്ള സഹോദരങ്ങൾ ഇത് മനസ്സിലാക്കണം. അർഹിക്കുന്ന മാന്യത നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നൽകുന്നവരാകണം. സമയം അവരോടൊപ്പം ചെലവഴിക്കുന്നവരും കൂടിയാകണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും നല്ല ജീവിതം കാഴ്ചവെക്കുന്നവരും അവർക്ക് വേണ്ടി സമർപ്പണമുള്ള ജീവിതം നയിക്കുന്നവരുമായി തീരുക. അനേകരും പലപ്പോഴും ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്നവരാകാം. ദൈവത്തിന്റെ കൃപയെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർത്ത് പറയുവാനായിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒന്ന് പറയാതിരിക്കാനാവുന്നില്ല. ഈ മാതാവിനെ സ്നേഹിക്കുവാൻ, ആദരിക്കുവാൻ ഏറ്റവും മെച്ചമായ ഒരു നല്ല സമയം ഈ കഴിഞ്ഞ രാത്രി പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി പരിശുദ്ധനായ കർത്താവ് പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ യേശു പറഞ്ഞു, അല്പം കൂടെ എന്നെ നീട്ടിയാലോ എന്ന് വിചാരിച്ചു കർത്താവ്. ഇവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ കാണുവാൻ, ഈ മക്കളുടെ കരുതൽ കാണുവാൻ. അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം പറഞ്ഞു, വേണ്ട വേണ്ട, ഇത് തന്നെയാണ് ഈ ലോക വനിതാ ദിനത്തിൽ തന്നെ ഈ ആദരവ് ഈ മാതാവിന് നൽകാം. അങ്ങനെ ആ ത്രിത്വത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹത്തിൽ ഈ മാതാവിന് ഈ സമയം കിട്ടിയപ്പോൾ ദൂരത്തും ചാരത്തും വരുന്ന മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും വളരെ വേഗത്തിൽ ഇവിടേക്ക് ഓടിക്കൂടി വന്ന് എല്ലാം കണ്ട് കേട്ട് അനുഗ്രഹിച്ച് സന്തോഷത്തോടുകൂടെ അവരുടെ ജോലിയിടങ്ങളിലേക്ക് മടങ്ങി പോകത്തക്കവണ്ണം ആർക്കും ഒരു പ്രയാസങ്ങളും ഉണ്ടാകാതെ ഈ സെക്കൻഡ് സാറ്റർഡേയിൽ, പ്രത്യേകിച്ച് ലോക വനിതാ ദിനത്തിൽ തന്നെ ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിൽ കൂടെ വന്യ മാതാവിന് നൽകിയ ഈ ഏറ്റവും വലിയ ആദരവ് മുൻപിൽ ഞാനും എൻ്റെ ശിരസ് നമിക്കുന്നു. ആ കുടുംബത്തോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. മക്കളുടെ ആ കരുതലിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. മക്കൾ മാത്രമല്ല മരുമക്കൾ മാത്രമല്ല സഹോദരിമാരും സഹോദര കുടുംബാംഗങ്ങളും എല്ലാവരുടെയും അന്വേഷണവും എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും പങ്കാളിത്തവും പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പല സന്ദർഭങ്ങളിലും ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഒരു നിഴൽ പോലെ പിന്തുടരുവാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധമായ അവരുടെ സ്നേഹപ്രകടനങ്ങൾക്കും അധ്വാനത്തിനും നന്ദി അവിടെ അറിയിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകമായ വേദനകളും ദുഃഖങ്ങളും അവരോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ഈ വാക്ക് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് വീട്ടിലിരിക്കുന്ന പിന്തുണയ, അതുപോലെ വീട്ടിലിരിക്കുന്ന അയ്യമ്മേരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ആദ്യം അറിയിക്കട്ടെ. കഴിഞ്ഞ 50 വർഷക്കാലം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയ മാതാവ് തനിക്കായി വേർതിരിച്ച ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന ഈ അവസരത്തിൽ പ്രിയ മാതാവിനെ കുറിച്ച് ഓർക്കുവാൻ
പ്രിയം ആദ്യമായി ഓർപ്പിക്കുന്നു. പ്രിയ മാതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തനിക്ക് നടക്കുവാൻ വയ്യാതാകുന്ന സമയം വരെയും ദേവാലയത്തിൽ കടന്നു വരികയും ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു മാതാവായിരുന്നു. അതുപോലെ മക്കളെയൊക്കെയും ദൈവസന്നിധിയിലേക്ക് കൂട്ടിവരുത്തുവാനും ദൈവപാതയെ വളർത്തുവാനും പ്രിയ മാതാവിനും പിതാവിനും സാധിച്ചു. അതേ പ്രകാരം മക്കളെല്ലാവരും ഒരു നല്ല നിലയിൽ തന്നെ കാണപ്പെടുന്നതിന്റെ ഉപദേശത്തിന് സ്തോത്രം ചെയ്യാം. എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടെയാണ് പ്രിയ മാതാവിനെ പലപ്പോഴും കാണാറുള്ളത്. സ്നേഹത്തിന്റെ ഒരു പ്രതീകമായി മാതാവ് നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്ന പ്രിയ മാതാവിനെ ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ടെങ്കിലും തനിക്കായി വേർതിരിക്കപ്പെട്ട ആ ദൈവ കൊട്ടാരത്തിലേക്ക് കടന്നുപോയി ദൈവത്തിന് പ്രിയ മാതാവിന് മാതാവിന്റെ മക്കൾക്കായി കുടുംബത്തിനായി പ്രിയ അപ്പച്ചനായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാവിധ അനുശോചനങ്ങളും പ്രത്യേക കുടുംബത്തിന്റെ അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകും. അതിനുശേഷം 2 മാസമേ ആയുള്ളൂ. വീണ്ടും ഒരു മാതാവിന്റെ വേർപാട് നമുക്ക് അനുഭവിക്കാനാവുന്ന സാഹചര്യം ദൈവം ഒരുക്കി. ആര് വേർപെട്ടാലും അത് ദൈവത്തിന് ഒന്ന് മാത്രമാവുന്നു. മാതാവിന്റെ വേർപാട് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ഏവർക്കും വളരെയേറെ വിഷമവും പ്രയാസവും ഉണ്ടാകുന്ന ആരുടെ മരണമാണെങ്കിൽ പോലും മാതാവിന്റെ മരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖത്തിന്റെ ഒരു അവസ്ഥയാണ്. അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത്. അമ്മയെ കുറിച്ച് പറയുമ്പോൾ വളരെ സ്നേഹമുള്ള, കാരണം അന്നത്തെ സമയത്ത് മക്കളെ വളർത്തുവാൻ ഒരു ഉദരത്തിൽ ഉണ്ടായ നാൾ മുതൽ ആ കുഞ്ഞുങ്ങൾ വളർന്ന്, അതും 4 മക്കൾ വളർന്ന് അവർക്കൊക്കെ ജോലി പ്രാപ്തിയാകുന്നത് വരെ അവരെ വളർത്തണമെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അന്ന് ഈ ലോകത്തിന്റെ യാതൊരു വരുമാനവും ഇല്ലാത്ത അവസരത്തിൽ അതുപോലെ വളരെയേറെ കഷ്ടപ്പാട് നിറഞ്ഞൊരു ജീവിതമായിരുന്നു ഈ മാതാവിന്റെയും പിതാവിന്റെയും. അതുപോലെ തന്നെ മക്കളെ വളർത്തി വലുതാക്കി ആ സന്ദർഭത്തിൽ പോലും ഒരു മാതാക്കൾക്ക് അനുഭവിക്കാൻ പറ്റാത്തതായ ഒരനുഭവം കൂടി മാതാവിനുണ്ട്. കാരണം മകളെ കൂടി വളർത്തുവാനുള്ളതായ ഒരു സാഹചര്യം ദൈവം ഒരുക്കി കൊടുത്തു. അത് ഏറ്റവും വളരെ വിഷമമേറിയ ഒരു സാഹചര്യമായിരുന്നു. പലപ്പോഴും ആ പൈതലിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണുനീര് ഒഴുകുന്ന അവസരങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പൈതലിന്റെ കാര്യങ്ങൾ ഓരോന്നും പറയുമ്പോൾ ഓരോ ദിവസവും അവളെ വളർത്തും. കാരണം ജോലിയുടെ സഹോദരങ്ങളാണ് വളർത്തുന്നതെങ്കിലും കഷ്ടപ്പാട് അമ്മയ്ക്കായിരുന്നു. ആ അമ്മാമ്മയുടേതാകുന്ന കഷ്ടപ്പാടും വിഷമങ്ങളും ഒക്കെ പലപ്പോഴും ഞങ്ങളോട് പങ്കുവെക്കാറുണ്ട്. അതുപോലെ കഷ്ടപ്പെട്ട നിമിഷങ്ങളായിരുന്നു. അതിലുപരിയായി വിശ്വാസ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അമ്മാമ്മ ഒരു വിശ്വാസിയായിരുന്നു. എന്നാൽ മറ്റുള്ള വിശ്വാസികളെ കുറിച്ച് അതുപോലെ ഒരു ഉപവാസ പ്രാർത്ഥന അങ്ങനെയുള്ള മറ്റുള്ള പ്രാർത്ഥനകളിലൊന്നും അധികം കടന്നു വരാറില്ല. എങ്കിലും സഭയിൽ എല്ലാ ഞായറാഴ്ചയും കടന്നു വരികയും പ്രാർത്ഥനയിൽ സഹകരിക്കുകയും ചെയ്യും. അമ്മമാർക്കുള്ള വിഹിതമായ പൈസയൊക്കെ കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ അന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ഞായറാഴ്ച എന്നെ വന്ന് കണ്ട് എന്നെ വിളിക്കുന്ന ഒരു പ്രത്യേക പേരുണ്ട്. മറ്റാരും വിളിക്കാത്ത ചുരുക്കം ചെറിയ മാത്രം എന്നെ വിളിക്കുന്ന പേര് ഞാൻ സൂസിമോളെന്നാണ്. അമ്മ എന്നെ സൂസിമോളെന്നല്ലാതെ ശബ്ദം നിലയ്ക്കുന്നത് വരെ മറ്റൊന്നും എന്നെ വിളിച്ചിട്ടില്ല. അങ്ങനെ മാത്രമേ വിളിക്കുള്ളായിരുന്നുള്ളൂ. വിളിച്ചെന്നോട് സൂസിമോളെ, പള്ളിയിൽ 2 പേര് സാറാമ എന്നാണ്, എന്നാലും പള്ളിക്കകത്ത് വെച്ച് വിളിച്ചാലും എപ്പം വിളിച്ചാലും സൂസിമോളെ ഞാൻ തരാനുള്ള പൈസ എത്രയാടി, ഈ പൈസ ഒന്ന് വെച്ചേരി, അല്ലെ നീ അത് വെച്ചിട്ട് അതിന്റെ ബാക്കി എത്രയാന്ന് അടുത്ത ആഴ്ചയിൽ എന്റെ തന്നാ മതി. അങ്ങനെ വരുമാനം കൊടുക്കുന്ന കാര്യത്തിലും പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും വരെ അവസാന നിമിഷങ്ങളിൽ രോഗാവസ്ഥയിലൊക്കെ ആയി ഭാരപ്പെട്ടു കിടപ്പിലാകുന്നതിന് മുമ്പ് തന്നെ എല്ലാ വീടുകളിലും ഭവന പ്രാർത്ഥനയ്ക്ക് രാത്രി കാലങ്ങളിൽ വരാറുണ്ടായിരുന്നു. എന്റെ വീട്ടിലും കഴിഞ്ഞ വർഷവും എന്റെ വീട്ടിലും വന്നു. ആ ഭവന പ്രാർത്ഥനയ്ക്ക് വരുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമയങ്ങളൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ
പൂർണ്ണമായി ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ മാതാവിൻ്റെതാകുന്ന ജീവിതം ഏവർക്കും മാതൃകയായി തീരട്ടെ. അതുപോലെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അനുഗ്രഹമേറിയ ജീവിതം നയിപ്പാൻ മക്കൾ ഓരോരുത്തരും നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ വീണ്ടും വരവെങ്കിൽ പാപത്തിന്റെ ശബ്ദവർക്കുന്ന സന്ദർഭങ്ങളിൽ ഈ മാതാവിനെ നമുക്ക് ഒന്നിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ എന്റെ വാക്കുകളെ ദൈവസന്നിധിയിൽ നിർത്തുന്നു. ഭവന സംഘത്തിൻ്റെതായ എല്ലാ ആദരാഞ്ജലികളും ഭവനത്തിന്റെ ആദരാഞ്ജലികളും ഏൽപ്പിച്ചുകൊണ്ടിരുന്നുള്ളൂ. പ്രിയ മാതാവിന്റെ ജഗവിയോഗത്തിനനുസരിച്ചുള്ള ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ വേർപാട് എന്ന് പറയുന്നത് ഏത് പ്രായത്തിലായിരുന്നാലും മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖം ഉളവാക്കുന്ന ഒന്നാണ്. അമ്മയുടെ സ്ഥാനം നികത്തുവാൻ ഇനി ആ ഭവനത്തിൽ മറ്റാരെ കൊണ്ടും കഴിയുകയില്ല എന്ന് നമുക്കറിയാം. എങ്കിലും നമുക്ക് പ്രത്യാശയുള്ളവരെ കാണപ്പെടാം. പ്രിയ മാതാവ് തനിക്ക് ആയിരിക്കാൻ നിത്യഭവനത്തിലേക്ക് കടന്നുപോയി. തിരുവചനം പറയുന്ന ഒരു മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം ഏറെയായാൽ 80 മാത്രം. കൃത്യം 80 വയസ്സായപ്പോൾ പ്രിയ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ദീർഘായുസ് നൽകി പ്രിയ മകളെ ദൈവം അനുഗ്രഹിച്ചതിനാൽ ദൈവസന്നിധിയെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പിന്നാളുകളായ കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ പ്രിയ മകളെ ദൈവം ഒരുക്കി. 2023 വനിതാ ദിനത്തിൽ ഞങ്ങൾ എല്ലാ ഈ ഡിവിഷനിലുള്ള എല്ലാ അമ്മമാരെയും 70 വയസ്സ് കഴിഞ്ഞ എല്ലാ അമ്മമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അയ്യമാരെ എല്ലാവരും ചേർന്ന് ഭവനം സന്ദർശിക്കുകയും പ്രിയ മാതാവിനെ ആദരിക്കുകയും ചെയ്ത് ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇന്നലെയും ഒരു വനിതാ ദിനമായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് പ്രിയ മാതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ഈ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ വനിതകളുടെയും ആദരാഞ്ജലികൾ ഞാൻ പ്രിയ മാതാവിനെ അർപ്പിക്കുന്നു. ഈ ലോകത്തിലായിരുന്ന സമയങ്ങളിലൊക്കെ പ്രിയ മകൾ കുഞ്ഞുങ്ങളുടേതായ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയവരെ ദൈവവിശ്വാസികളെ വളർത്തിയെടുക്കാൻ പ്രിയ മാതാവ് തന്നാലാവോളം പ്രയത്നിച്ചു. എല്ലാവരും ദേവാലയത്തിലെ വിശ്വാസികളായി മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഒക്കെയായി ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു പ്രിയ മാതാവായി കാണപ്പെട്ടു. എന്നാൽ ഈ ലോകത്തിൻ്റെതായ ദുഃഖങ്ങളും തന്റെ മകൾക്കുണ്ടായിരുന്നു. പ്രിയ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ 2 മക്കൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മാതാപിതാക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നതിൽ അപ്പുറമായിട്ടൊരു വേദന അവർക്കുണ്ടായിരിക്കുകയില്ല. എന്നാൽ ഈ കഴിഞ്ഞ നമ്മുടെ പുസ്തകത്തിൽ ഗാനമുണ്ട്, പോയവരുമായി ചേരും ദുഃഖങ്ങൾ നീങ്ങിടും സ്വർഗ മകൾ സ്നേഹം. ആ തന്നിൽ നിന്നും വേർപെട്ടുപോയ മക്കളോടൊത്ത് ചേരുന്ന ഒരു നല്ല സുദിനം പ്രിയ മകൾക്കുണ്ടായി. ഈ സഭയിൽ നിന്നും തന്റെ മകൾക്കായി ലഭിക്കുന്ന ഈ ആദ്യ ശുശ്രൂഷയിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരുവാൻ ദൈവം സഹായിച്ചു. ഈ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ അമ്മമാരുടെയും പേര്, എല്ലാ ഭവന സംഘ അംഗങ്ങളുടെയും പേരുള്ള ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു. സമയം പോയതുകൊണ്ട് അധിക കാര്യങ്ങളും തന്നെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെ നാമത്തിലുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർമ്മിക്കുന്ന ദൈവമേലേക്ക് മാറാം. കർത്താവിന്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ പരമമായ വിളി കേട്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട അന്ത്യമാതാവിന്റെ ഭൗതിക ശരീരത്തിനടുത്ത് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തതോർത്ത് സ്തോത്രം കരയിട്ടുന്നു. രോഗാതുരയായ സമയങ്ങളിൽ പലപ്പോഴും ഭവനം സന്ദർശിക്കുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്നും ഭവനം ഞാൻ സന്ദർശിച്ച പ്രിയ സഹോദരങ്ങൾ മാതാവിനൊപ്പം ബുദ്ധിമുട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ അവിടെ കടന്നു ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇന്നലെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ദൈവം തിരികെമാകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ പരിമിതികൾക്ക് അപ്പുറമാണ്. നമ്മുടെ പരിമിതികൾക്ക് ഇപ്പുറം എന്ന് പറയുന്നത് പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. നല്ല സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാതാവ് കാണിച്ചു വിശ്വാസത്തിന്റെ സാക്ഷ്യത്തിന്റെ മാതൃകകളെ എല്ലാവരും ചെയ്തുകൊണ്ട് നിലനിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രിയ മാതാവിനെ ശുശ്രൂഷിച്ച പ്രിയ മക്കൾ ഇവിടെ പറയുകയുണ്ടായല്ലോ, അവർക്കും ദൈവം എല്ലാവിധമായ സമാധാനവും പ്രത്യാശയും നൽകി നിലനിർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മരണം എന്ന് പറയുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ സഹോദരനായ ലാസർ നിദ്ര കൊള്ളുകയാണ്. ദൈവത്തിന് സ്തോത്രം. മരണം ഒരു ഉറക്കം പോലെയാണെന്നാണ്. നിദ്ര കൊള്ളുന്നവൻ, ഉറങ്ങുന്നവൻ എഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, പ്രിയ മാതാവ് ഈ ലോകത്തിൽ താൻ
ജീവിച്ച കാലഘട്ടം കർത്താവിന് വേണ്ടി ജീവിച്ചുവെങ്കിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്റെ ഓഹരി പ്രാപിക്കുവാൻ നിദ്ര വിട്ട് ഉണരുമെന്നുള്ള പ്രത്യാശയിൽ നാം നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദാനിയേലിന്റെ പുസ്തകം നാം നോക്കുമ്പോൾ ദൈവമക്കളെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് ഒരു വിശ്രമമാണ്. 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്, ദാനിയേലിനോട് പറയുന്നത്, ദാനിയേലേ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, അന്ത്യനാളിൽ നിന്റെ ഓഹരി പ്രാപിക്കുവാൻ നീ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ഒരു വിശ്രമം ദൈവം മാതാവിന് ഒരുക്കിയിരിക്കുകയാണ്. ഇവിടെ നാം പറഞ്ഞുവല്ലോ, കഷ്ടതകളുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിൽ ആശ്രയിച്ച് ജീവിതത്തെ പടുത്തി ഉയർത്തുവാൻ മാതാവ് ശ്രമിക്കുകയുണ്ടായി. അതിൽ താൻ വിശ്വാസത്തിലൂടെ വിജയം കൈവരിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വിശ്രമത്തിൽ ദൈവം അദ്ദേഹത്തിനെ ഉയർത്തുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ 5-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പള്ളി പ്രമാണിയുടെ വീട്ടിലേക്ക് കർത്താവ് കടന്നു എന്നിട്ട് പറയുകയാണ്, ഈ മകൾ ഉറങ്ങുകയാണ്. 12 വയസ്സ് മാത്രം പ്രായമുള്ള മകളെ ദൈവം അവർക്ക് മടക്കി നൽകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഉറക്കത്തിൽ നിന്ന് വിളിച്ച് അവളെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് ഒരു വിശ്രമം മാതാവ് നൽകിയിരിക്കുന്നു. വീണ്ടും മരണത്തെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് സമാധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സമാധാനമില്ലാത്ത ജീവിതത്തിൽ നിന്ന് നിത്യസമാധാനത്തിലേക്കും നിത്യശാന്തിയിലേക്കും ഒരു വഴി ദൈവം തുറന്നു കൊടുത്ത് അവിടെ വിശ്രമം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അവർ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നത് എല്ലാവർക്കും പ്രവേശിക്കുവാനായിട്ട് കഴിയുകയില്ല. അവിടെ എങ്ങനെയാണ് പറയുന്നത്, നേരായി നടക്കുന്നവർ, തങ്ങളുടെ വഴിയെ ക്രമീകരിക്കുന്നവർ, ജീവിതത്തെ ക്രമീകരിക്കുന്നവർ, ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവർ, അവരുടെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്നവർ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ മാതാവ് കർത്തൃസന്ധിയിൽ സമാധാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വീണ്ടും നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് അവർ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ഒരു പരിമിതിയുണ്ട്, ജീവിതത്തിന്റെ പരിമിതിയുണ്ട്, മറ്റു കാര്യങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. മറ്റു കാര്യങ്ങളിലൊക്കെ നാം നോക്കുമ്പോൾ എല്ലാത്തിനും പരിമിതികളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ നിത്യ ജീവനിലേക്ക് എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയിലേക്ക്, മറ്റു പ്രയാസങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് അവർ ചേർക്കപ്പെടുന്നു. ആരാണ് ചേർക്കപ്പെടുന്നത്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ൽ വായിക്കുന്നു, നീതിമാന്മാർ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. നീതിമാന്മാർ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. അങ്ങനെയെങ്കിൽ നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് കർത്താവിന്റെ നല്ല സാക്ഷി വഹിച്ച പ്രിയ മാതാവ് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കും. ആ പ്രത്യാശയിൽ മാതാവിന് നമുക്ക് യാത്ര വഴിയേക്കാം. അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ യാത്രാ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാ ഉത്സവസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. 301-ാമത്തെ ഗാനത്തിന്റെ ചരണങ്ങൾ കൊയർ പാടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് 1-2 ചരണങ്ങൾ പാടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ബഹുമതിനായ കേണൽ ജോൺ സുശീൽകുമാർ അയ്യ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാൻ ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. 301-ാമത്
നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, തികഞ്ഞ പ്രത്യാശയോട് വിശ്വാസത്തോട് ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. ഞങ്ങൾ ശേഷം മനുഷ്യരെ പോലെ അല്ലാത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. മരണത്തിനപ്പുറമുള്ള ഞങ്ങളുടെ പ്രത്യാശയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. അങ്ങയുടെ വചനത്തിൽ നിന്ന് നിന്റെ ഭൃത്യനിലൂടെ കേട്ടതുപോലെ നീ പോയി വിശ്രമിച്ചു കൊള്ളുക, നിന്റെ പ്രതിഫലം വാങ്ങുവാൻ നീ മടങ്ങി വരും. ഓ, പ്രതിഫലത്തിനായി നിന്റെ ദാസിയെ ചേർക്കുവാൻ അങ്ങേക്ക് തിരുവിഷ്ടമുണ്ടായത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കും. ദൈവകൃപയുടെ മറവിൽ ഇന്നയോളം പരിപാലിച്ചതിനായി സ്തോത്രം. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആശ്വാസത്താൽ നീ അവരെ നിറച്ചിരിക്കുന്നതിനായി സ്തോത്രം. നീ കൊടുത്തിട്ടുള്ള ക്രിസ്തീയ പ്രത്യാശയ്ക്കായി സ്തോത്രം. കൃപയുടെ മറവിൽ സൂക്ഷിക്കണമേ. പ്രത്യേകം ജോണിച്ചായന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ നീ അവിടുന്ന് ശക്തീകരിക്കണമേ. ജീവിത പങ്കാളിയുടെ വേർപാട് പങ്കാളിക്ക് താങ്ങുവാൻ കഴിയാത്തതാണ്. എന്നാൽ ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ ആണിപ്പിടുള്ള കരങ്ങളിൽ നിന്റെ മകനെ വഹിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന മക്കളെയും മരുമക്കളെയും ചെറുമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു സഹവിശ്വാസിയുടെ വേർപാട് വിശ്വാസിക്ക് അടക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ്. എന്നാൽ ഒരു നാളിൽ മുഖാമുഖമായി കാണാമെന്നുള്ള വലിയ പ്രത്യാശ നീ തന്നിട്ടുള്ളതിനായി സ്തോത്രം. ആ പ്രത്യാശയോട് നിന്റെ ദാസിയോട് ഞങ്ങൾ യാത്ര പറയട്ടെ കർത്താവേ. ആ ബലിയുടെ തീരത്ത് വെച്ച് വീണ്ടും കാണുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ പ്രിയനെ നീ അവിടെ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ അഭ്യുന്നതനായ ഡിസ്ട്രിക്ട് ഓഫീസർക്കായി, കർത്താവിന്റെ വേലക്കാർക്കായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെയും ജീവിതത്തിൽ ഇപ്രകാരം ഒരു അവസരമുണ്ട്. ഇന്ന് മരിച്ചാൽ നിത്യത എവിടെയാണെന്ന് ഉറപ്പ് പ്രാപിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ പ്രിയനെ അവരുടെ ജീവിതത്തിൽ ആ ഉറപ്പ് പ്രാപിക്കുവാൻ തിരുമേനി സഹായിക്കണം. കൃപയാൽ വഴി നടത്തണമേ. വരവിനായി ഒരുക്കണമേ. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ തരണമേ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആശീർവാദം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവന് വീണ്ടും വരുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യമായ നടത്തിപ്പും കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പേരും നിങ്ങളോട് എല്ലാവരോടും വിശേഷാൽക്കാർക്കരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ പേരും ഇന്നും ഇന്നേക്കും കർത്താവിന്റെ വീണ്ടും വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ പ്രത്യേക സന്ദർഭത്തിൽ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് പ്രിയ മാതാവ് സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത്. അതിനുശേഷം നവംബർ മാസം പകുതിയോടുകൂടി വീണ്ടും മാതാവ് ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങി വരികയും ഭക്ഷണം സ്വന്തമായി കഴിക്കുവാനും ഒക്കെ തുടങ്ങിയതാണ്. വീണ്ടും ജനുവരി മാസം 20-ാം തീയതി വീണ്ടും ഒന്നുകൂടെ രാത്രിയിൽ വീഴുകയും അവിടുന്ന് രോഗം വീണ്ടും മൂർച്ഛിക്കുകയും ഓരോ ദിവസവും ഡൗൺ ആവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇന്നലെ അവസാനമായി നൽകുന്ന ശുശ്രൂഷയിൽ ഈ സെമിത്തേരിയിൽ നിലനിൽക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. വളരെ വേദനയും പ്രയാസങ്ങളുമൊക്കെ നമുക്കുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ പ്രത്യാശയോടുകൂടി നിലനിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സെമിത്തേരിയിലെ ശുശ്രൂഷ നമ്മൾ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിച്ച് ആരംഭിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അനൂപ് പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ഓർമ്മിക്കുക. മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അനുഗ്രഹമേറെ നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, കഴിഞ്ഞ രാത്രി മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിനെന്ന് ദൈവത്തിന്റെ വിളി കേട്ട് കർത്താവേ, പ്രിയമാതാവിന് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതിനായി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ദൈവം കഴിഞ്ഞ 80 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവമായുസ്സോടെ ആരോഗ്യത്തോടെ കാത്തു പരിപാലിച്ചതിനായി നന്ദി അറിയിക്കുന്നു കർത്താവേ. ദൈവം കൊടുത്ത ആയുസ് ദൈവഹിത പ്രകാരം ദൈവമേ ഭവനത്തിന് നല്ല മാതാവായി, ദൈവമേ അപ്പച്ചന് നല്ല ജീവിത പങ്കാളിയായി, ദൈവമേ മക്കൾക്ക് നല്ല മാതാവായി കർത്താവ്, സഭയ്ക്ക് നല്ല വിശ്വാസിയായി തീരുവാൻ ദൈവം അവിടെ ഇടയാക്കിയതിനായി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. പ്രിയ മാതാവ് നല്ല വിശ്വാസ പാതയിൽ പിൻപറ്റുവാൻ
ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവസമയത്തിൽ നടന്ന ശുശ്രൂഷയെ വാഴ്ത്തി അനുഗ്രഹിക്കണം. ദൈവം നേതൃത്വം നൽകുന്ന ഡിവിഷൻ കമാൻഡർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. വേർപാടിന്റെ വേദനയിലായിരിക്കുന്ന മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനമായി ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്ന സകലതും യേശുനാമത്തിൽ തന്നെ. നമുക്ക് 415 ഗാനം ചേർന്ന് പാടാം. ഭാഗ്യലോകം ഒന്നുണ്ടല്ലോ ശോഭിതം ശോഭിതം, പാപം ശാപം അങ്ങില്ലല്ലോ ശോഭിതം ശോഭിതം. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഭാഗ്യലോകം ശോഭിതം ശോഭിതം, പാപം ശാപം അങ്ങില്ലല്ലോ ശോഭിതം ശോഭിതം, സന്തോഷമായി ദൂതർഗീതം സന്തതം പാടി പുകഴ്ത്തും തങ്കാവീണ മീട്ടിയങ്ങ് ശോഭിതം ശോഭിതം, മേഘജാലം അങ്ങില്ലല്ലോ ആനന്ദ നാടക കണ്ണുനീർ ഒട്ടുമില്ലങ്ങ് ആനന്ദ നാടക കൃപാനാദി എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി കടന്നു വരുന്നു. പ്രിയമാതാവിന്റെ കഴിഞ്ഞ നാളുകളിലെ നല്ല ജീവിതത്തിനായിട്ട് വീണ്ടും നന്ദിയോടെ സ്തോത്രം. 80 സംവത്സരങ്ങൾ ഈ ലോകത്ത് ജീവിച്ച് ഇതിന്റെ ദൗത്യം നിർവഹിക്കുവാൻ പ്രിയമാതാവിനെ സഹായിച്ചല്ലോ. ദാനികളോട് അരുളിച്ചതുപോലെ കാലാവസരത്തെങ്കിൽ ഓഹരി പ്രാപിക്കുവാനായിട്ട് എഴുന്നേറ്റ് വരുവാൻ ദൈവത്തിന്റെ വാഗ്ദത്തമനുസരിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്നവർക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ദിവസവും ഇന്നത്തെ ദിവസവും ദേവാലയത്തിലും ഭവനങ്ങളിലെല്ലാം നടന്ന ശുശ്രൂഷയ്ക്ക് സ്തോത്രം. ഇത് കർത്താവിന്റെ ദാസന്മാരുടെ മാറ്റമില്ലാത്ത ആശ്വാസവചനങ്ങൾ അറിയുകയും ദൈവമേ, നിരാശയിലും ഭാരത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തി കൃപയ്ക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഈ കമ്മിറ്റി കൂടാരമായ ഞങ്ങളുടെ ഭവനം ഒഴിഞ്ഞു പോകിയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. വിരിവാനെല്ലാം മധ്യമായത് നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ടു നിറങ്ങുന്നു. അതിനാൽ ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഇതാക്കപ്പെട്ട വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ മാതാവിന് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ അവസാനമായി നൽകുന്ന ശുശ്രൂഷയിൽ നാം ആയിരിക്കുകയാണ്. കഴിഞ്ഞ 80 സംവത്സരം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം അവസരമൊരുക്കി. 61 സംവത്സരം നാം അവിടെ കേട്ടതുപോലെ കുടുംബസ്ഥയായി ജീവിക്കുവാൻ അവസരം നൽകി. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് വിശ്വാസത്തിന്റെ നല്ല മാതൃകയിൽ നിലനിൽക്കുവാൻ ദൈവം സഹായിച്ചു. ആയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം തുറന്ന് ഈ കമ്മിറ്റഡ് സർവീസിൽ നാം ആയിരിക്കുമ്പോൾ, ഈ ഭൂമിക്ക് ഏൽപ്പിക്കുന്ന ശുശ്രൂഷയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവം നൽകുന്ന ഒരു പ്രത്യാശയുണ്ട്. അതിങ്ങനെയാണ്: നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. തന്റെ ജീവിതം കൊണ്ട് ഓരോ വ്യക്തികളുടെയും ഹൃദയത്തില് നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചു നിൽക്കുവാൻ പ്രിയ മാതാവിന് സാധ്യമായി തീർന്നു. ആയതുകൊണ്ട് ഈ ഭൗതിക ശരീരം ഈ ഭൂമിക്ക് നാം ഏൽപ്പിച്ചു കഴിയുമ്പോൾ നല്ല ദീപ്തമായ ഓർമ്മകൾ മാത്രം നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഓർമ്മകളിലൂടെ ഈ മാതാവ് നമ്മിൽ ജീവിക്കുവാനും കർത്താവിന്റെ വരവെങ്കിൽ നാം ദൈവശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ, വിശുദ്ധന്മാർ എഴുന്നേറ്റ് വരുന്ന സന്ദർഭത്തിൽ അതിനും അങ്ങനെയാണ് ഓർപ്പിക്കുന്നത്. നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നമുക്ക് മുൻപായി കടന്നുപോയവരൊക്കെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ പ്രിയ മാതാവിനെ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനായിട്ട്
ഏറെ പ്രത്യാശയോടെ വിശ്വാസ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാഠപുസ്തകത്തില് 424 ഗാനം, ശോഭയേറും നാടൊന്നുണ്ടല്ലോ, കാണാമേ ദൂരെ വിശ്വാസത്താൽ താതൻ കാത്തു നിൽക്കുന്ന കരെ പാർപ്പിടം നമുക്കായി ഒരുക്കി. ഗാനത്തിന്റെ ചരണം നാം ചേർന്ന് പാടുവാനായിട്ട് പോകുകയാണ്. ആ സന്ദർഭത്തില് കൈകാലുകളുടെ കെട്ടുകളൊക്കെ അഴിച്ച് ഈ തല താഴ്ത്തി വെച്ച് മക്കൾ മുൻപോട്ട് വന്ന് മുഖം മൂടി പെട്ടിയടച്ച് ശാന്തമായി ഈ കുഴിയിലേക്ക് ഇറക്കി വെക്കുവാനായിട്ട് ഞാൻ ഓർപ്പിക്കും. അധികം ശബ്ദ കോലാഹലങ്ങളില്ലാതെ തന്നെ ഈ കാര്യാദികളെല്ലാം നിർവഹിക്കപ്പെടുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. 424 ഗാനത്തിന് ഇപ്പോൾ കോർ ഓഫീസർ നേതൃത്വം നൽകും. ശുഭയേറും നാടുന്നുണ്ടല്ലോ, കാണാമേ ദൂരെ വിശ്വാസത്താക്കരെ ആർപ്പിടം നമുക്കായൊരുക്കി. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നാം ശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. നിത്യം സൗഭാഗ്യം ആത്മാക്കൾക്ക്. ഭംഗിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. സ്നേഹമാം സ്വർഗ്ഗനാഥനുടെ സ്നേഹദാനത്തിനും ആർക്കുനാം വാഴ്ചയായി സ്തോത്രം പാടാം. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നാമ ശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഏകം യോധനമങ്ങില്ലല്ലോ, നിത്യം സൗഭാഗ്യം ആത്മാക്കൾക്ക്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ആശ്വാസത്തിന്റെ വചനങ്ങളെ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ആദ്യത്തെ ഭാഗം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതിന് ശേഷം ക്രമമായി ഓരോ ശുശ്രൂഷാക്രമമുള്ളവർ അത് വായിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എന്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുടുങ്ങി പോവുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച എന്റെ മനസ്സാനന്ദിക്കുന്നു.
എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദൈവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദൈവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും. നിന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിയും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഈ മരണമേ നിന്റെ ജയം എവിടെ? ഈ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായ പളങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനിയും ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാർ ആയിരിക്കും. പിന്നെ അവനോട് പറഞ്ഞത്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടതിന് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമെടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾ അധികാരമുണ്ടാകേണ്ടതിന്, ഗോപുരങ്ങളിലൂടെ നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യ വീടൊന്നുണ്ടാവിരയെത്തി കർത്തനോടുകൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. വീണ്ടും നമുക്ക് ശുശ്രൂഷയിലായിരിക്കാം. നമ്മുടെ മാതാവായ
ദർഭതടത്തിൽ ചിന്നമ്മ ജോൺ അവറുകളെ രക്ഷാസൈന്യത്തിന്റെ അഞ്ചേരി യുദ്ധസ്ഥലത്ത് നിന്നും മാതാവിനായി ഒരുക്കിയ സ്വർഗ കൊട്ടാരത്തിലേക്ക് എടുത്തുകൊള്ളുന്നതിന് സർവശക്തനായ ദൈവം തിരുവിധമായതിനാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തിൽ കാണുമെന്നുള്ള വിശ്വാസത്തോടെ വന്ധ്യാമാതാവിന്റെ മൃത ശരീരം മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും ഈ ചാരത്തിന് ചാരമായും ഈ ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ദുഃഖത്തിൽപ്പെട്ടിരിക്കുന്ന ഏവരെയും ദൈവമേ നീ അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കണമേ. ഇവിടെ ശേഷിക്കുന്നവരായ ഞങ്ങൾ മരണത്തോളം വിശ്വസ്തയുള്ളവരായിരിക്കാൻ സഹായിക്കണമേ. ദൈവരക്ഷാസനത്തെയും ഇവിടെ കൂടപ്പെട്ട ഇതര സഭാ സമൂഹങ്ങളെയും വിശ്വാസികളെയും അനുഗ്രഹിക്കണമേ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാം പാർത്തലേ രക്ഷപ്പെട്ടോരക്കേരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ വരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണുമെൻ പേരും. കർത്തൻ പേർക്കുരാപകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ. വാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ. പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കത്തിൽ വാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ. പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണും. പേർ വിളിക്കും നേരം കാണുമെൻ പേരും. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥാപിതാവേ, ഈ ശ്മശാന ഭൂമിയിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. കഴിഞ്ഞ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ചേർക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയ മാതാവിന്റെ ഭൗതിക ശരീരം ഈ ഭൂമിക്ക് ഏൽപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഞങ്ങളായിരിക്കുവാൻ ദൈവം കൃപ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം. മാതാവിന്റെ കർത്താവെ ദേഹവിയോഗത്തോട് അനുബന്ധിച്ച് കൂടപ്പെട്ട എല്ലാവർക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിനാൽ ദുഃഖം അനുഭവിക്കുന്ന പ്രിയ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്റെ ഓഹരി പ്രാപിക്കേണ്ടതിന് പ്രിയ മാതാവി കല്ലറകളെ ഭേദിച്ച എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. ആ പ്രത്യാശയിൽ നിലനിൽപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരപ്പെട്ട എല്ലാവർക്കുമായി സ്തോത്രം. ബന്ധുക്കൾ, ചർച്ചക്കാർ, സഹോദരങ്ങളുടെ കുടുംബങ്ങൾ, സഭ, അതായത് കർത്താവിന്റെ ദാസന്മാർ, ദാസിമാർ എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സമാധാനത്തിനും പ്രത്യാശയ്ക്കുമായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. ദൈവത്തിന്റെ യാചന കേൾക്കുമാറാകണമേ. കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചേർന്നെല്ലാം. രാജ്യം വേണമേ, പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങളുടെ നേരെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കുറ്റങ്ങളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചതിനെന്തോറും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും വാഴ്വും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ മേലും പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും ഇന്നും എന്നേക്കും കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. നമുക്ക് പ്രത്യാശ നൽകി അനുഗ്രഹിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും ആശംസിക്കുന്നു.